ഹാജിയാണ് വിജയിച്ചത്. മാണി സി കാപ്പൻ 2674 വോട്ടുകൾക്കാണ് ഇപ്പോൾ പാലായിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു പക്ഷേ ഈ കണക്കുകൾ മാറി മറിയാമെന്നതാണ്. കല്യാശ്ശേരിയിലെ വിജിന്റെ ജയം വലിയ ആശ്വാസമാണ് UDF-ന്. രമേശ് ചെന്നിത്തല 23,377 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത്. നിലവിൽ 52,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം മഞ്ചേശ്വരത്ത് വലിയ തോതിൽ വോട്ട് നേടാൻ AK അഷ്റഫിന് സാധിച്ചു എന്നതാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം നയിച്ചതാണ് എങ്കിൽ ഇത്തവണ BJPക്ക് കനത്ത പോരാട്ടം നടത്താൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഫലങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടീം UDF-ന്റെ ജയം എന്നതാണ് UDF നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ ഇത് ടീം UDF-ന്റെ ജയം എന്ന് പറഞ്ഞു. ഇപ്പോൾ ലീഗ് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുമായി ഒന്നാമത് നിൽക്കുകയാണ്. കോൺഗ്രസ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ RSP നമുക്കറിയാം, കഴിഞ്ഞ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്ന RSP 3 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ജയിച്ചിരിക്കുന്നു. ചവറയിലും കുന്നത്തൂരും ഇരവിപുരത്തും വിജയം ഉറപ്പിച്ചിരിക്കുന്നു RSP എന്ന നിലയിൽ വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും അവരുടെ റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്നതാണ്. എറണാകുളത്ത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ തോളിലേറ്റി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. മുഹമ്മദ് ഷിയാസ്, അതായത് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ മുഹമ്മദ് ഷിയാസ് വിജയിക്കുന്നു. ഇനിയിപ്പോൾ എത്ര റൗണ്ടുകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ഷിയാസിനെ മറികടക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിക്കില്ല എന്നതാണ് പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിന് വിജയഭേരി മുഴക്കുകയാണ് പ്രവർത്തകർ. അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ലീഡ് 17,000 മറികടക്കുന്നു എന്നതാണ്. സലാം 17,000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ നിൽക്കുന്നു. വോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇടയ്ക്കൊന്ന് പിന്നിൽ പോയെങ്കിലും VD സതീശൻ ലീഡ് ഉയർത്തുന്നു. 11,376 VD സതീശന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് പ്രേംകുമാർ വിജയം ഉറപ്പിച്ചിരിക്കുന്നു, വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പാലത്ത് പ്രേംകുമാറിന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 14 റൗണ്ടും എണ്ണി തീർന്നപ്പോൾ പ്രേംകുമാർ വിജയിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോൺഗ്രസിനും UDF-ലെ എല്ലാ കക്ഷികൾക്കും